ഹായ് ബിടെക് ഫസ്റ്റ് ഇയേഴ്സ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോവുകയാണല്ലേ. അപ്പോൾ നിങ്ങൾ പഠനമൊക്കെ ഒരു ഫൈനൽ സ്റ്റേജിലായിരിക്കും, റിവിഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലും അത് നടക്കട്ടെ. എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ പോയി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അങ്ങ് എഴുതാൻ തുടങ്ങരുത്. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എങ്ങനെയാണ് ഓർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എല്ലാ മോഡലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്കാൻ ചെയ്യുന്ന പോലെ നോക്കാം. അതിനുശേഷം നമ്മൾ തീരുമാനിക്കുക എങ്ങനെയാണ് നമ്മൾ ഓർഡർ എഴുതേണ്ടത്. അതായത് ഇപ്പൊ ചിലവരാണെന്നുണ്ടെങ്കിൽ വലിയ ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതിയിട്ട് ചെറിയ മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ പാർട്ട് ബി ആദ്യം എഴുതിയിട്ട് പാർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് ഒന്ന് തീരുമാനിക്കാം. അതോ നമ്മൾ കറക്റ്റ് ഓർഡറിലാണോ എഴുതുന്നത്, അതോ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമാണോ എഴുതുന്നത്, ആ ഒരു കാര്യം തീരുമാനിക്കാം. ഈ അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിപ്പോവാതിരിക്കാൻ. ഓക്കെ, കറക്റ്റ് ഓർഡറിൽ എഴുതുന്നവർക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ മാർക്കിനനുസരിച്ച് വേണം എപ്പോഴും ആൻസർ ചെയ്യാൻ. അല്ലാതെ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഒരുപാട് അറിയാമെന്ന് പറഞ്ഞ് എത്ര എഴുതിയിട്ടും കാര്യമില്ല, അതിന്റെ മാർക്കല്ലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വെറുതെ സമയം കളയരുത്. പിന്നീട് നമുക്ക് ബ്ലോക്ക് ഡയഗ്രാംസോ ഫിഗേഴ്സോ സർക്യൂട്ട് ഡയഗ്രാം അങ്ങനെയൊക്കെ വരയ്ക്കാനുള്ളത് നീറ്റ് ആയിട്ട് വരയ്ക്കുക. അതിൽ കറക്റ്റ് മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസ് എഴുതാനുള്ളത് അതൊക്കെ നീറ്റ് ആയിട്ട് എഴുതാം. നന്നായിട്ട് ഡയഗ്രാം വരച്ചാൽ തന്നെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് ആൻസർ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, ബോൾഡ് ചെയ്യുക. അതേപോലെ നമ്മൾ ഏതെങ്കിലും ആൻസർ എഴുതി തെറ്റിക്കഴിഞ്ഞാൽ കുറെ അധികം വെട്ടും കുത്തൊന്നും അതിനകത്ത് പേപ്പറിൽ വേണ്ട, ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുക, താഴെ ആൻസർ എഴുതുക. അതേപോലെ നമ്മൾ ഫൈനൽ ആൻസർ എഴുതുന്നത് നമ്മൾ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കൂടെ ഓവർ റൈറ്റ് ചെയ്യാതെ അത് സ്ട്രൈക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്നും കൂടെ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം നമ്മൾ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കറക്റ്റ് ആണോ എന്ന്. പിന്നെ കുറെ പേര് ചെയ്യുന്ന കാര്യമാണ് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്താൽ വെറുതെ നമ്മൾ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാർക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് അത് നമ്മളെ ഒരു കുറച്ച് എഴുതി ഒരു പ്രത്യേകിച്ച് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് എഴുതി നമുക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ വെറുതെ കുറെ സമയം അതിൽ വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് ചിലപ്പോൾ മറ്റ് ആൻസേഴ്സ് എഴുതേണ്ട ടൈമാണ് നമ്മൾ അങ്ങനെ കളയുന്നത്. അപ്പോൾ അറിയില്ലെങ്കിൽ അവിടെ നിർത്തുക, വേണമെങ്കിൽ സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും റീഡ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പലപ്പോഴും കുട്ടികൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് അവസാനം ചില ചോദ്യങ്ങൾ കണ്ടില്ല, അയ്യോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്ന കണ്ടില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് റീഡ് ചെയ്തെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. So all the best for exam.